ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തൊഴുകൈകളോടെ നിൽക്കുമ്പോൾ ആ അമ്മ വഴി ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളിൽ ചിലത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബെർണാഡ് പറയുന്നു, മറിയത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾ നഷ്ടധൈര്യരാവുകയില്ല. അവൾ നിങ്ങളുടെ കൈപിടിച്ചാൽ നിങ്ങൾ വീഴുകയില്ല. അവൾ അനുകൂലിക്കുകയാണെങ്കിൽ സകലതും നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും. സെപ്റ്റംബർ 1, 2021 രാത്രി 9 മണി സമയം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ഞങ്ങളെ ദൈവം ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ച ദിവസം. എൻ്റെ പേര് മരിയ തോട്ടുകടവിൽ. എൻ്റെ ഭർത്താവ് തോമസ് തോട്ടുകടവിൽ. ഞങ്ങൾ ന്യൂജേഴ്സിയിലുള്ള പാറ്റേഴ്സൺ പള്ളിയിൽ നിന്നും ഒരു വെയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയം മഹാമാരിയും ഇടിമിന്നലും കൊടുങ്കാറ്റും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ 3 വണ്ടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ അല്പം ഉയർന്ന സ്ഥലത്തായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. വെള്ളം ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളും അതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഞങ്ങൾ അവിടെ നിന്നു. പുഴയിലേക്കെന്ന പോലെ വെള്ളം ആഞ്ഞടിച്ച് ഒഴുകി വന്നു. ഞങ്ങളുടെ വണ്ടി പതിയെ മുന്നോട്ട് ഒഴുകി നീങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ജപമാല ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ തോമസ് മങ്ങാട്ടിനെ വിളിച്ച് ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. അച്ഛൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വണ്ടി 180 ഡിഗ്രി തിരിഞ്ഞു. ഞങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിനായി സങ്കീർത്തനം 91 പാടി ഉറക്കെ പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടി വലിയൊരു ശബ്ദത്തോടുകൂടി നിന്നു. അപ്പോഴും വെള്ളം കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ വണ്ടിക്കകത്ത് സീറ്റ് വരെയും വെളിയിൽ വിൻഷീൽഡിൻ്റെ മുക്കാൽ വരെയും വെള്ളം നിറഞ്ഞിരുന്നു. പിന്നെ വെള്ളം നമ്മുടെ വണ്ടിയുടെ മുകളിൽ കൂടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. വണ്ടിക്കകത്ത് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടായി തുടങ്ങി. ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ആ അവസ്ഥയിൽ കഴിയേണ്ടി വന്നു. പതിയെ മഴ തോരാൻ തുടങ്ങി, വെള്ളം ഇറങ്ങാൻ തുടങ്ങി. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറിന് പിന്നിൽ ഓരോ തടിക്കഷ്ണങ്ങൾ ആരോ കൊണ്ടുവച്ചിരുന്നത് പോലെ. ദൈവത്തിൻ്റെ സംരക്ഷണം, ആ സംരക്ഷണം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ വണ്ടി പൂർണ്ണമായും നശിച്ചു. ഞങ്ങളുടെ വീട്ടിലെ 8 അടിയോളം വെള്ളം പൊങ്ങി. വീട്ടിൽ കിടന്നിരുന്ന വണ്ടിയും വെള്ളത്തിൽ മുങ്ങി. എങ്കിലും വീട്ടിലുണ്ടായിരുന്ന മകനെയും ഞങ്ങളെയും ദൈവം ഒരാപത്തും കൂടാതെ കാത്തു സൂക്ഷിച്ചു. മാതാവേ നന്ദി, യേശുവേ നന്ദി. എനിക്ക് ലഭിച്ച വേറൊരു അനുഗ്രഹം കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. 2007 ഞങ്ങളുടെ മകൻ ചാർലി മറൈൻസിൽ ജോയിൻ ചെയ്തു. ഇറാഖിലെ യുദ്ധത്തിന് പോകേണ്ടി വന്നു. ഞങ്ങൾക്കത് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. ജപമാല ഉറക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പള്ളിയിലെ വെനസ്ഡേസിൽ മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്നു. അത് മുടങ്ങാതെ ഞാൻ പോകുമായിരുന്നു. അതിന് ദിവ്യബലിയിൽ മുടങ്ങാതെ സംബന്ധിക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അങ്ങയുടെ മകനെ അങ്ങ് ഒരു അബദ്ധം കൂടാതെ തിരിച്ചു കൊണ്ടേ തന്നേ പറ്റൂ. ഞാൻ നിർബന്ധമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മകനെ യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ചു കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നപ്പോൾ ആ മകൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്തി. പിന്നീട് ഒരു പ്രാവശ്യം കൂടി അവന് ഇറാഖിലും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും യുദ്ധത്തിന് പോകേണ്ടി വന്നു. അഫ്ഗാനിസ്ഥാനിൽ വളരെയധികം
ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നു. ഒരു ബോംബിൻ്റെ മുകളിൽ 1 മണിക്കൂറോളം അവന് നിൽക്കേണ്ടി വന്നു. പിന്നെ അവരുടെ കോൺവോയ് റോഡ് സൈഡ് ബോംബ് ബ്ലാസ്റ്റിൽപ്പെട്ട് മറിഞ്ഞു. അതിൽ പല കുട്ടികളും മരിക്കുകയും പല കുട്ടികൾക്ക് ഒടിവ് മുറിവുകൾ സംഭവിച്ചെങ്കിലും ഞങ്ങളുടെ മകൻ ചാർലിയെ ദൈവം ഒരു കുഴപ്പവും കൂടാതെ കാത്തു സൂക്ഷിച്ചു. ഈ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി പറയും? മാതാവിൻ്റെ വിമല ഹൃദയം വഴി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും. മാതാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.